എളുപ്പത്തിൽ ചിക്കൻ കറി വെക്കുവാണേ. ഓട്ടോച്ചേട്ടൻ വരുന്നതിന് മുമ്പ് കുളിച്ച് റെഡിയാകണ്ടേ, നമുക്ക് പോകണ്ടേ. വെളിച്ചെണ്ണ ഒഴിച്ചു സവാള വഴറ്റുവാണേ. വഴന്ന് വന്നിട്ടുണ്ടേ സവാള. നമുക്കിനി ബാക്കി കാര്യങ്ങളൊക്കെ ചേർക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നല്ല തിരക്കാം. എവിടെയെങ്കിലും പോകണമെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ പോയില്ലെങ്കിലേ വഴിയിൽ നിന്നും പുഴയിൽ നിന്നും ഒക്കെ കഴിച്ച് പൈസയും പോകും. പെട്ടെന്ന് പോയി കണ്ടിട്ടിങ്ങ് പോരുക, അവിടെ വെയിറ്റ് ചെയ്യുന്നില്ല. അയ്യോ, നമ്മുടെ പച്ചമുളക് ചേട്ടൻ ഇവിടെ ഇരിക്കുമായിരുന്നു. ചിക്കൻ കറിക്ക് പച്ചമുളക് വേണം, നല്ല ടേസ്റ്റ്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ അങ്ങിടാം. മല്ലിയില ആദ്യമേ കുറച്ചിടാം, പിന്നെ ഇച്ചിരി വാടിയതൊക്കെയാണ്, സാരമില്ല. ലാസ്റ്റ് പിന്നെ ഇച്ചിരി ഉണ്ട്, അതിടാം. മല്ലിയിലൊക്കെ ഇട്ടാലേ നല്ല മണവും ടേസ്റ്റും ഉള്ളു. ഇതൊന്ന് ഒന്ന് ചുമ്മാ ഒന്ന് ഇതായി വരട്ടെ, ഒത്തിരി അങ്ങ് കരിയണ്ട. അതിനകത്തോട്ട് പൊടികളിടട്ടെ കേട്ടോ. തീ കുറച്ച് വെക്കട്ടെ. പിന്നെ മണമായിരിക്കും എന്നറിയത്. ഇങ്ങനെ മല്ലിയിലയൊക്കെ ശരിക്കും ചെറുതായിട്ടൊന്നും അരിഞ്ഞില്ല. ശകല ഏലക്കാപ്പൊടി ഇടുവാണേ. ഏലക്ക ഇട്ടാൽ ചിക്കൻ കറിക്ക് നല്ല മണം. പിന്നെ ഇച്ചിരി കുരുമുളക് പൊടിയേ. ചിക്കൻ കറിക്ക് കുരുമുളക് പൊടി ഇടണം, ഏലക്കാപ്പൊടി ഇടണം. തീ കുറച്ചാണേ. മല്ലിപ്പൊടി കൂടുതലിടണം. ഞാനൊരു 2 ടീസ്പൂൺ നിറച്ചേ ആയിട്ടുള്ളൂ. ആദ്യം ഇട്ടപ്പോൾ പകുതിയേ ഉള്ളായിരുന്നേ. 2 ടീസ്പൂൺ. ഓക്കെ. ഇനി നമ്മുടെ തമിഴ്നാട് പൊടി, അത് 1 ടീസ്പൂൺ. ഇത് അരയാണ്, അതുകൊണ്ട് 1 ടീസ്പൂൺ. പിന്നെ മഞ്ഞൾപ്പൊടി വേണ്ട 1/4 ടീസ്പൂൺ. മുളക് പൊടി 1/2 ടീസ്പൂൺ മതി. പിന്നെ ഗരം മസാല ഒരു നുള്ളേ ഇടുന്നുള്ളൂ. വേണ്ട, ഒരു നുള്ള് മതി. ഇനി ഇനി ചിക്കൻ പെറുക്കിയിടാം. പൊടികളെല്ലാം ഇട്ട് നല്ല മണമുണ്ട്. നമ്മൾ ആ തമിഴ്നാട്ടിലെ പൊടി ഇടുന്നതേ പിന്നെ മണമാണെന്നറിയാവോ. ചിക്കൻ ഇട്ടിട്ട് ഞാൻ ഇച്ചിരി ചൂടുവെള്ളം 1/2 ഗ്ലാസ് ഒഴിച്ചായിരുന്നേ. ഉപ്പിടാൻ മറന്നുപോയി. നിങ്ങൾ എന്നോട് പറഞ്ഞില്ലല്ലോ. ജോമക്കൊച്ചേ ഉപ്പിട്ടില്ലെന്ന് പറയണ്ടേ. അതിനകത്തെല്ലാം ഉണ്ട്. നല്ല മല്ലിയിലയും നല്ല. ഇനി ഇത് തിളച്ചല്ലോ ഉണ്ടോ, വെട്ടി തിളയ്ക്കുന്നുണ്ടോ. വലിയ ബർണറേല വെച്ച് ഇനി ഏറ്റവും സിമ്മി വെക്കുക. എണ്ണ മേളി വരുന്നവരെ, കണ്ടമാനം എണ്ണ ചേർത്തിട്ടില്ല. ചിക്കൻ്റെ നെയ്യും നമ്മൾ ചേർത്ത എണ്ണ എല്ലാം മേളി വരുന്നവരെ നമ്മൾ മൂടി വെച്ച് വേവിക്കുക. അടിക്കൊന്നും പിടിക്കുകയില്ല. സംശയമുണ്ട് ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക. അത്രയും കാര്യമുള്ളൂ. ലാസ്റ്റ് ഇറക്കാൻ നേരം ഒരു നുള്ള് ഗരം മസാല മേളിലോട്ടിങ്ങനെ ഇടുക. കറിവേപ്പില ഉണ്ടെങ്കിൽ എനിക്ക് ഇച്ചിരി ഉണങ്ങിയ കറിവേപ്പില ഇരിപ്പുണ്ട്, അത് കുറച്ചിടാം. അതുകൂടെ ഇടുക. പിന്നെ ലാസ്റ്റും ഇടാം, ഇപ്പോഴും ഇടണം കറിവേപ്പില. പിന്നെ വേറൊന്നും വേണ്ട, ഇത്രയേ ഉള്ളൂ. കണ്ടോ, നമ്മുടെ ചിക്കൻ കറി റെഡിയായി. മല്ലിയില മാറ്റി വെച്ചില്ലായിരുന്നു ലാസ്റ്റ് ഇടാൻ, അതിടുന്നില്ല. അല്ലാതെ തന്നെ ആദ്യം ഇട്ടതിന് നല്ല ഫ്ലേവറുണ്ട്, നല്ല മണമുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന കണ്ടോ. ഇങ്ങനെയായി വരണം. ഏറ്റവും സിമ്മിലിട്ട് ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് വരുമ്പോഴാണ് കറിയുടെ പാകമാകുന്നത്. കണ്ടോ, ഇങ്ങനെ കണ്ടോ. സൂപ്പറാണേ, നല്ല മണം വരുമോ. ഈ പ്രദേശത്ത് ഇങ്ങനെ നിൽക്കാൻ മേല. അതാ ഞാൻ പറഞ്ഞ മറ്റേ ഞാനിടുന്ന പൊടികളൊക്കെ ഇടുമ്പോൾ ഇങ്ങനെ നല്ലതാണ്. ഇതുപോലെ വെക്കണം നിങ്ങളെ. പിന്നെ എന്ത് ടേസ്റ്റാണെന്നറിയാവോ. പിന്നെ നമ്മൾ ഏതിനും, ചോറിനും ചപ്പാത്തിക്കും പാലപ്പത്തിനും ഫ്രൈഡ് റൈസിനും. പിന്നെ ഫ്രൈഡ് റൈസിനാകുമ്പോൾ ഞാൻ എന്നാ ചെയ്യുന്നതെന്നറിയാമോ, വേറൊരു കാര്യം കൂടെ ചെയ്യും. അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം, ഇപ്പം പറയത്തില്ല. അത് ഞാൻ പിന്നെ ഫ്രൈഡ് റൈസിൻ്റെ കറി വെച്ച് കാണിക്കാം. ഇത് ഫ്രൈഡ് റൈസിന് ഇത്രയും ചാറ് വേണ്ട. അപ്പം ചാറില്ലാതെ ഫ്രൈഡ് റൈസിൻ്റെ ആ
കുഴഞ്ഞ കറിയില്ല, നല്ല കറുത്ത കളറിലല്ലേ അതിരിക്കുന്നത്. എന്ന് വെച്ചാൽ ചുമ ഇങ്ങനെ ബ്രൗൺ ആയിട്ട് നല്ല നല്ല ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്നത്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ, എങ്ങനെയാണ് അങ്ങനെ ആകുന്നതെന്ന്. ഒറ്റ ഒരു സാധനം ചേർത്താൽ മതി, അങ്ങനെ ആയിക്കോളും. കാണിച്ചു തരാം. പിന്നെ കണ്ടോ, സൂപ്പറല്ലേ. ഇനി ഓഫ് ചെയ്യുവാണേ. ഇനി പോയി കുടിച്ച് റെഡി ആകട്ടെ. ഓക്കെ, അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ. യൂട്യൂബിൽ നിന്ന് എനിക്ക് മെസ്സേജ് വന്നു ഇപ്പോൾ, അല്ല മറ്റേ മെയിൽ വന്നു. എൻ്റെ പൊന്നെ, രാവിലെ എങ്ങാണ്ട് വെളുപ്പിനെങ്ങാണ്ട് വന്ന് കിടന്ന് ഞാൻ കുറച്ച് മുമ്പേ കണ്ടേ. എൻ്റെ തലക്കടിയേറ്റ പോലെ ഇരിക്കുക. നിങ്ങളോട് ഞാൻ കാല് പിടിച്ച് കരയുക. നിങ്ങളെല്ലാവരും എൻ്റെ പുതിയ വീഡിയോയും പഴയ വീഡിയോ എല്ലാം എടുത്ത് കണ്ട് എനിക്ക് കുറച്ച് വാച്ച് ടൈം അവേഴ്സ് ആക്കിയതാണ്. എനിക്കല്ലെങ്കിൽ ഒരു രക്ഷയില്ല. ഞാൻ ഇത്രയും 3 വർഷം കഷ്ടപ്പെട്ടത് വെറുതെ ആവും. അതുകൊണ്ട് എന്നെ സ്നേഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് ഫുൾ വീഡിയോസ് എല്ലാം കുറേ വീഡിയോസ് എല്ലാം എടുത്ത് സമയം പോലെ കണ്ടില്ലേലും എടുത്ത് ഓൺ ചെയ്ത് വെച്ചിട്ട് നടക്ക്. പിന്നെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തൊക്കെ കൊടുത്ത് കരിമംഗലത്തിൻ്റെ അതിൻ്റെയൊക്കെ വീഡിയോ ഷെയർ ചെയ്യുമ്പോൾ അതൊക്കെ നല്ല യൂസ്ഫുൾ അല്ലേ. അതൊക്കെ ഒന്ന് എല്ലാവർക്കും കൊടുത്ത് ഒന്ന് കണ്ട് എന്നെ സഹായിക്കാൻ പറ പ്ലീസ്. എല്ലാവരോടും ഞാൻ പറയാം. കാരണം മെയിൽ വന്നു, അത് വായിച്ചപ്പോൾ ഞാൻ ഭയങ്കര സങ്കടത്തിൽ ഇരിക്കുക. എനിക്ക് നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടാൽ മാത്രമേ ഞാൻ രക്ഷപ്പെടുത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇത്രയും 3 വർഷം ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് ഒന്നും ഇല്ലാതായിപ്പോത്തില്ലേ. അതുകൊണ്ട് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ. എല്ലാവരും പുതിയ വീഡിയോസും പഴയതും ഒക്കെ ഒന്ന് കണ്ട് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും ഒന്ന് നിങ്ങൾ ഫുള്ളൊന്ന് ഓൺ ചെയ്ത് വെച്ചിട്ട് പോയാൽ മതി. അതേലോട്ട് നോക്കിയൊന്നും ഇരിക്കണ്ട. എനിക്കൊന്ന് വാച്ച് ടൈം അവേഴ്സ് വേണം. അതുകൊണ്ടാണ് പ്ലീസ് കാല് പിടിക്കുക കേട്ടോ, ഉപേക്ഷിക്കല്ലേ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഫുൾ വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ, കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. ഞാൻ ഒരുപാട് 10,000 എങ്കിലും പേരെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അവരുടെയൊക്കെ വീഡിയോ കാണുമ്പോൾ തുടക്കത്തിലെ സബ്സ്ക്രൈബേൽ അങ്ങ് ഞെക്കിയിട്ട് ഞാൻ കാണുന്നത്, ലൈക്കയിലും ഞെക്കും അങ്ങനെ. പിന്നെ ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ കമൻറ്റും ചെയ്യാം, അങ്ങനെ ചെയ്തത്. അപ്പോൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണണേ. അതുപോലെ ഒന്ന് ഷെയർ ചെയ്തൊക്കെ കൊടുക്കണം. ഫുൾ വീഡിയോ ഒന്ന് കണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യേ പ്ലീസ് കേട്ടോ. അപ്പോൾ അടുത്ത പുതിയ വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ. ഞങ്ങൾ മരിച്ചെടുത്ത് പോയിട്ട് വരട്ടെ. മേളിൽ കയറി നിന്ന് ഓട്ടോ പിടിച്ച് കളത്തിപ്പടി ചെന്നിട്ട് കളത്തിപ്പടിയിൽ നിന്ന് ബസ്സേ കയറി അങ്ങ് 14 മൈൽ പോയിട്ട് പിന്നെ അവിടുന്ന് ഓട്ടോ പിടിച്ച് അങ്ങനെയൊക്കെ വേണം. കാരണം വരാമെന്ന് പറഞ്ഞ ഒറ്റ ഓട്ടോക്കാർക്ക് സമയമായപ്പം പറ്റത്തില്ല. ഇനി ഞങ്ങൾ മേളിൽ കയറി നിന്ന് റിട്ടേൺ ട്രിപ്പ് പിടിച്ച് ബസ്സിന് പോയി 3 മണിക്ക് വീട്ടിൽ നിന്ന് ഇതെടുക്കും, പ്രാർത്ഥിച്ചെടുക്കും. ഇപ്പോൾ എത്രയായി? 12:30 അല്ലേ? 12:30 ആരൻ വന്നു, ഞങ്ങൾ കഴിച്ചു. ഇനിയിപ്പോൾ എപ്പോഴും വന്നാലും കുഴപ്പമില്ല. പോയിട്ട് വരാവേ. അങ്ങോട്ട് മുമ്പോട്ട് പിടിച്ചോ. കൊടയും വെള്ളം എടുത്തല്ലേ. മഴക്കാറുണ്ട്, ഇന്നും മഴ പെയ്യും. മഴക്കാറുണ്ട്, ഇന്നും മഴ പെയ്യും.